ദാഹിച്ചു വലഞ്ഞ് വെള്ളം കുടിക്കാതെ ഉഷ്ണഭൂമിയിലൂടെ നടന്ന് നാവ് നീട്ടി മരിച്ചു പോകുമോ എന്ന് ഭയപ്പെട്ട് വേച്ച് നടക്കുന്ന നായയെ കണ്ടപ്പോൾ ഒരു കിണറിൽ നിന്ന് വെള്ളമെടുത്തിട്ട് നായയുടെ വായിലേക്ക് ഇറ്റ് വീഴ്ത്തിക്കൊടുത്ത പെണ്ണിന് അള്ളാഹു പുറത്തു കൊടുത്തു എന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ ഖദ് ഗഫറല്ലാഹു ലഹാ. ആ പെൺകുട്ടിയുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുത്തു. വശക്കറല്ലാഹു സഅയഹാ വഗഫറല്ലാഹു ദംബഹാ. ആ പരിശ്രമം അള്ളാഹു സ്വീകരിച്ചു. ആ പെൺകുട്ടിയുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുത്തു എന്നാണ്. വേനൽക്കാലം വരുമ്പോ വീടിന്റെ മുമ്പിൽ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്തു വെക്കുന്നത് നല്ലതാണ്. പറന്നു പോകുന്ന പറവകൾക്കൽപ്പം തൊണ്ട നനക്കാ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ? മഞ്ഞും മഴയും മഴവില്ലും മണിമാണിക്യത്തിൻ കല്ലും മണ്ണിൽ വന്നത് മിന്നും മുത്ത് റസൂലിനാ. പൊന്നും പവിഴം പൊന്നും വിളിയും പാറും പുള്ളിക്കുയിലും പാരിൽ വന്നത് പത്തരമാറ്റ ഹബീബിനാ. ആരംഭപ്പൂവിന്റെ പേര് പറയുന്നവര്, ആ സ്വലാത്ത് ചൊല്ലുന്നവര്, അവിടുത്തെ ഇഷ്ടപ്പെടുന്നവര്, ഉഷ്ണസമയത്ത് അഷ്വാബുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് കൊണ്ട് നിന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഇച്ചിരി വെള്ളം വെച്ചു കൊടുത്താൽ പറന്നു പോകുന്ന കിളികൾക്ക് അത് കുടിക്കാൻ പറ്റുമല്ലോ. ആ സ്നേഹം നമുക്ക് വേണ്ടി. അങ്ങനെയാണെങ്കിൽ മനുഷ്യരോടോ സ്വന്തം വീട്ടിന്റെ അകത്ത് സുഖമില്ലാതെ കിടക്കുന്ന മാതാപിതാക്കൾക്ക് വെള്ളം കൊടുക്കാത്ത മക്കളുടെ ദുഷിച്ച മക്കളുടെ മനസ്സുള്ള കാലമാണ്.